റോൾസ് റോയ്സ് എന്ന അൾട്രാ പ്രീമിയം ലക്ഷറി കാർ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ഗാർബേജ് കളക്ഷന് യൂസ് ചെയ്ത കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അൽവർ എന്ന നാട്ടുരാജ്യത്തിന്റെ മഹാരാജാവായിരുന്ന സെവായ് രാജ ജയ്സിംഗ് പ്രതാപ് ഒരിക്കൽ തന്റെ ലണ്ടൻ വിസിറ്റിനിടയിൽ റോൾസ് റോയ്സിന്റെ ഷോറൂമിൽ കയറാനുണ്ടായി. എന്നാൽ കാഷ്വൽ വെയറിൽ വന്ന മഹാരാജാവിനെ ഒരു ഇന്ത്യൻ കോമണർ ആണെന്ന് തെറ്റിദ്ധരിച്ച് സെയിൽസ്മാൻ ഷോറൂമിലേക്ക് കയറാൻ സമ്മതിക്കാതെ അപമാനിച്ചു വിട്ടു. ഇതിനുള്ള റിവഞ്ച് എന്നോണം അന്ന് തന്നെ ആ ഷോറൂമിൽ ഉണ്ടായിരുന്ന 6 റോൾസ് റോയ്സ് കാറുകളും മുഴുവൻ എമൗണ്ടും കൊടുത്ത് പർച്ചേസ് ചെയ്ത് ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചു. എന്നിട്ടത് മുനിസിപ്പാലിറ്റിയിൽ ഗാർബേജ് കളക്ഷന് യൂസ് ചെയ്യാനുള്ള ഓർഡറും കൊടുത്തു. ഇത് റോൾസ് റോയ്സ് എന്ന കമ്പനിക്കും അതുവരെ വളരെ പ്രൗഢിയോടെ റോൾസ് റോയ്സ് ഉപയോഗിച്ച് വന്നവർക്കും വലിയ അപമാനമായി. അങ്ങനെ റോൾസ് റോയ്സിന്റെ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു. പിന്നീട് കമ്പനി നേരിട്ട് ക്ഷമാപണം നടത്തിക്കൊണ്ട് മഹാരാജാവിന് ടെലഗ്രാം അയച്ചു എന്നും മഹാരാജാവ് അത് അക്സെപ്റ്റ് ചെയ്ത സന്തോഷത്തിൽ വേറെ 6 ബ്രാൻഡ് ന്യൂ റോൾസ് റോയ്സ് കാറുകൾ അദ്ദേഹത്തിന് ഗിഫ്റ്റായി കൊടുത്തുമെന്നൊക്കെയാണ് കഥ. ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് സമർത്ഥിക്കുന്ന മറ്റൊരു വശം കൂടി ഉണ്ട് ട്ടോ ഈ കഥയ്ക്ക്. എന്തായാലും മഹാരാജ ജയ്സിംഗ് പ്രതാപ് വളരെയധികം ലക്ഷറിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇറ്റരാന പാലസ് എന്നറിയപ്പെടുന്ന ജർമ്മൻ ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ഈ ഒരു പാലസ് അദ്ദേഹം ഹണ്ടിങ് ലോഞ്ച് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇത് ഇന്ത്യൻ ആർമിയുടെ ഓഫീസേഴ്സ് ഗസ്റ്റ് റൂമാണ്. ഇവിടെ റൂം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടെ കയറാനും ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാനുമുള്ള സൗകര്യം കിട്ടുകയുള്ളൂ.